Hello, everybody. My name is George Math here. I'm a full stack React developer with experience in integrating artificial intelligence and blockchain technology into cross-platform development. So, in the episode 1 തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എപ്പിസോഡ് 1 നമ്മൾ പറയുന്നത് ഫ്രം അബാക്കസ് ടു ക്വാണ്ടം കമ്പ്യൂട്ടർ എന്നുള്ളതിൻ്റെ ഒരു ജേർണിയാണ്. എ ജേർണി ത്രൂ കമ്പ്യൂട്ടർ ജനറേഷൻ. കമ്പ്യൂട്ടർ ജനറേഷനുകളിൽ നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് അബാക്കസ് അല്ലെങ്കിൽ മെക്കാനിക്കൽ കമ്പ്യൂട്ടേഴ്സിനാണ് നമ്മൾ തുടക്കത്തിൽ പറയാം. മെക്കാനിക്കൽ കാൽക്കുലേറ്ററുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അബാക്കസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുമ്പ് ഇതിനു മുമ്പ് നമ്മൾ എങ്ങനെയാണ് മാത്തമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്തത്. മാത്തമാറ്റിക്കലി ഫസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് തുടങ്ങും നമ്മുടെ വിരലുകൾ കൊണ്ടാണ്. അങ്ങനെ നമ്മൾ വിരലുകൾ കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മളത് പേപ്പറിലേക്ക് വരും. അതാണ് പച്ചക്കാട് സിസ്റ്റം. അവിടെയാണ് ആക്ച്വലി ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കുക, ഒരു ഫിസിക്കൽ ഫോം വേണമെന്ന് ചിന്തിക്കുക. അപ്പോൾ ഏഷ്യൻ്റെ ആയിട്ടുള്ള ആൾക്കാർ, ഈജിപ്ഷ്യൻ വേൾഡിലുള്ള കുറേ ആൾക്കാർ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അബാക്കസ് പോലെയുള്ള ടെക്നോളജികൾ കണ്ടുപിടിക്കുകയും, അതായത് അബാക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഡ്സ് സിസ്റ്റമാണ്. ബീഡ്സ് മീൻസ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യുന്ന ഒരു രീതി. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് സംഭവം അതൊരു ഡിജിറ്റ് സിസ്റ്റത്തിലാണ് അറേഞ്ച് ചെയ്യുക. 1s, 10s, 100, 1000 എന്നുള്ള രീതിയിൽ ബേസിക്കായിട്ടുള്ള രീതി പറയുകയാണെങ്കിൽ അതിൽ സ്കെയിലബിൾ ഡിവൈസുകൾ, സ്കെയിലബിൾ ആകുമ്പോൾ അതിൻ്റെ ഡിജിറ്റുകളുടെ എണ്ണം കൂടുകയും വളരെ വലുതാകുകയൊക്കെ ചെയ്യും. ഹൊറിസോണ്ടലിയാണ് ഇതിൽ അറേഞ്ച് ചെയ്യുക. വെർട്ടിക്കലി അറേഞ്ച് ചെയ്തിട്ടുള്ള പല മെത്തേഡുകളുണ്ട്, എങ്കിലും ഹൊറിസോണ്ടലിയാണ് മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മൾ കാണുക. പിന്നീട് മെക്കാനിക്കൽ കാൽക്കുലേറ്ററുകൾ. മെക്കാനിക്കൽ കാൽക്കുലേറ്റേഴ്സ് എന്ന് പറയുന്നത് ക്ലോക്ക് സിസ്റ്റം ഉപയോഗിച്ചിട്ടുള്ള പാസ്കൽസ് ക്ലോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ടൈപ്പ് സംഭവമുണ്ട്. ഇത് 4 ക്ലോക്കുകളാണ്, 4 ഡിജിറ്റുകൾ മാത്രമേ അതായത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ബേസിക് ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ മാത്രമേ ഇതിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനിയും അടുത്തൊരു സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ENIAC അല്ലെങ്കിൽ വാക്യൂം ട്യൂബ് ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഒരു കാൽക്കുലേഷനാണ്. അതായത് വാക്യൂം ട്യൂബ് ഏകദേശം ഒരു 1940s ഒക്കെ ആയപ്പോഴത്തേക്ക് ENIAC എന്ന് പറയുന്ന ഇലക്ട്രോണിക് ന്യൂമറിക് ഇൻറ്റിഗ്രേറ്റർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു സീരീസിൻ്റെ ഒരു തുടക്കമാണ്. വാക്യൂം ട്യൂബ്സ് എന്ന് പറയുന്ന വളരെ ചെറിയ ലൈറ്റുകളാണ്, LED ലൈറ്റുകളുടെ വലുപ്പത്തിലുള്ള ഇൻകാൻഡസൻറ്റ് പ്രോസസ്സിങ് വെച്ചിട്ടുള്ള സംഭവങ്ങളാണ്. ഇതെന്തിനാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? തുടക്കം തൊട്ട് നമ്മൾ വാല്യൂസിനെ സ്റ്റോർ ചെയ്യാനാണ് വാക്യൂം ട്യൂബ്സ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വാക്യൂം ട്യൂബ്സിൽ നമുക്ക് വളരെ ചെറിയ ചെറിയ സീറോസ് ആൻഡ് വൺസിനെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു രീതിയാണ് വാക്യൂം ട്യൂബ്സ്. അപ്പോൾ ഇത് ചെറുതായതുകൊണ്ട് തന്നെ നമ്മൾ സ്കെയിലബിലിറ്റി ഇഷ്യൂസ് ഉണ്ടാകും. വലിയ റൂമുകൾ കണക്കിന് സ്കെയിൽ ചെയ്തിട്ടാണ് നമ്മളിതിനെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരുന്നത്. വളരെ വലിയ ഒരു റൂമുകളായിരുന്നു ഈ പറയുന്ന ENIAC സിസ്റ്റം എന്ന് പറയുന്നത്. അത് വളരെ വലുതായതുകൊണ്ട് നമുക്ക് അതിനെ ഉപയോഗിക്കാൻ പാടത്ത് വാക്യൂം ട്യൂബ് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ്. പ്രീവിയസ്ലി നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള മെക്കാനിക്കൽ കാൽക്കുലേറ്ററുകളെക്കാട്ടിലും വളരെ പവർഫുൾ ആയിരുന്നു. മെക്കാനിക്കൽ കാൽക്കുലേറ്ററുകളുടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണമായിരുന്നു, എങ്കിലും അതിൽ നമുക്ക് വളരെയധികം കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ കമ്പികൾ, പവറുകൾ കൊടുത്തിട്ട് നമ്മൾ ഈ ട്യൂബുകളിലേക്ക് അടിക്കുന്ന ഒരു രീതിയും ഇതിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മൾ ഇതിൻ്റെ ഒരു സ്കെയിലബിൾ വേ ആണ് പറയുന്നത്. അതിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പി 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 എന്നുള്ള ശബ്ദത്തിലുള്ള കാൽക്കുലേഷൻ നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട്. മോർസ് കോഡ് ഉപയോഗിച്ചിട്ടുള്ള പ്രോസസ്സിങ്, ഇതൊക്കെ മെക്കാനിക്കൽ കാൽക്കുലേറ്ററിൻ്റെ ഒരു ഇതിലേക്ക് വരുന്നത്. അതും ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ENIAC സിസ്റ്റങ്ങളാണ്. ENIAC സിസ്റ്റത്തിൽ നമ്മൾ വാക്യൂം ട്യൂബിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഡേറ്റ ഇതുപോലെയുള്ള ഡേറ്റകളായിരുന്നു. അടുത്തത് നമുക്ക് പറയാനുള്ളത് ട്രാൻസിസ്റ്ററുകൾ അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ടുകളെ കുറിച്ചിട്ടാണ്. ICs, ട്രാൻസിസ്റ്റർ അതൊരു 1950 ഒക്കെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ജേർണി ഗെയിം ചേഞ്ചിങ് ആയിട്ടുള്ളൊരു ഇതിൽ പറയാനുള്ള ട്രാൻസിസ്റ്ററുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂനെ സ്റ്റോർ, നമ്മൾ വാക്യൂം ട്യൂബിൽ ഡേറ്റ സ്റ്റോർ ചെയ്തുകൊണ്ടിരുന്നത് നേരത്തെ. എങ്കിലും ഇപ്പം മാറി അത് ഒരു എന്താ പറയുക, ഒരു കംപ്ലീറ്റ് ഒരു ഡിജിറ്റൽ ഫോമിലേക്ക് മാറി. ഇതിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തുള്ള സെമി കണ്ടക്ടർ ഡിവൈസുകളെയൊക്കെ മെയിനായിട്ട് പറയാനാണെങ്കിൽ ഇതുപോലുള്ള സാധനങ്ങളാണ് വളരെയധികം റീപ്ലേസ്. ഈ ബൾക്കി ആയിട്ടുള്ള വാക്യൂം ട്യൂബ്സിനെയൊക്കെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ട്രാൻസിസ്റ്ററിൻ്റെ ഒരു തുടക്കം വരുന്നത്. അത്രയും വലിയ റൂമുകളിൽ നിന്ന് ചെറിയ ബോർഡുകളിലേക്കാക്കി ട്രാൻസിസ്റ്ററിൻ്റെ ഒരു വലിയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് പിന്നീട് കൂടുതൽ നോക്കുകയാണെങ്കിൽ വളരെ സ്മാളറാണ്, ഫാസ്റ്ററാണ്, പിന്നെ അതേപോലെ മോർ റിലയബിളുമായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ ഒരു 3rd ജനറേഷൻ ഫേസ് എന്നൊക്കെ വേണേൽ പറയാം. ഇതിൽ നമ്മൾ
ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ ഉപയോഗിച്ച് ഇത് ട്രാൻസിസ്റ്ററുകളുടെ ഒരു വലിയൊരു സ്കെയിലബിളാണ്. ഇതൊരു ചിപ്പാണ്. ചിപ്പ് എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ട്രാൻസിസ്റ്റർ ഒരു സിംഗിൾ ചിപ്പിലേക്ക് നമ്മൾ എന്ത് ചെയ്തേക്കാണ്, ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്ന ഒരു IC ആണ്. ഇത് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടാണ്. അത് ഭയങ്കര ഒരു റവല്യൂഷനായിരുന്നു ഇത്. അടുത്തത് നമുക്ക് പറയാനുള്ളത് മൈക്രോ പ്രോസസ്സേഴ്സ് ആൻഡ് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ചാണ്. ഈ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് ഏകദേശം ഒരു 70s ഒക്കെ ആയപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. ഇത് ആദ്യമായിട്ട് നമുക്ക് പുറത്ത് കിട്ടിയിട്ടുള്ളത് ഇൻ്റലിൻ്റെ 4004 എന്ന് പറയുന്ന പ്രൊസസ്സറാണ്. പ്രൊസസ്സറുകളെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഈ 2 തരത്തിൽ നമുക്ക് ഒന്ന് ലോ പവർ പ്രൊസസ്സറും അതേപോലെ ഹൈ എൻഡ് പ്രൊസസ്സറും. ഇത് തുടങ്ങുന്നത് നമുക്ക് മൊബൈലുകളിൽ ഉപയോഗിക്കുന്ന പാം കമ്പ്യൂട്ടേഴ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊസസ്സറുകളെ കുറിച്ചിട്ടാണെങ്കിൽ അത് ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ള ക്വാഡ്കോം പ്രൊസസ്സറുകൾ വരെ അതിൽ ഭയങ്കര പവർഫുള്ളായിട്ടുള്ള പ്രൊസസ്സറുകൾ നമ്മൾ കാണാറുണ്ട്. ഇതിലൊക്കെ നമ്മൾ മൈക്രോ പ്രൊസസ്സറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ പ്രൊസസ്സറുകളെ കുറിച്ച് പറയുന്നത് തുടക്കകാലത്തിൽ ഏകദേശം 8 ബിറ്റ് തൊട്ടുള്ള പ്രൊസസ്സറുകളാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ളത്. അതിന് മുമ്പുണ്ട് 2 ബിറ്റ് 4 ബിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അത്യാവശ്യം പവർഫുള്ളായിട്ടുള്ളത് 8 ബിറ്റാണ്. ഈ 8 ബിറ്റ് 16 ബിറ്റാണ്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് 32 ബിറ്റ് അല്ലെങ്കിൽ 64 ബിറ്റ് പ്രൊസസ്സറുകളാണ് നോർമലി നമ്മൾ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് എന്നുള്ള നിലവിൽ ഉപയോഗിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വരുന്ന വീഡിയോസിൽ മൈക്രോ പ്രൊസസ്സറുകളെ കുറിച്ചുള്ള വീഡിയോസിൽ പറയാം. അതിൽ നമ്മൾ സർക്യൂട്ട് ഡയഗ്രാംസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഒരു മൊബൈൽ സർക്യൂട്ട് ഡിസൈൻസ്, അത് നമ്മൾ വരുന്ന എപ്പിസോഡ്സിൽ പറയുന്നത്. അപ്പം ഇതിൽ വളരെയധികം ഒരു പവർഫുള്ളായിട്ടുള്ളൊരു ടെക്നോളജിയാണ് ഈ മൈക്രോ പ്രൊസസ്സർ എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ചാൽ ഇൻ്റഗ്രേറ്റഡ് ചിപ്പുകളുടെ ഒരു വളരെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവം. മൾട്ടിപ്പിൾ ഇൻ്റഗ്രേഷൻ ഒരുമിച്ച് വരുന്ന ചിപ്പുകളാണ് ഈ മൈക്രോ പ്രൊസസ്സർ എന്ന് പറയുന്നത്. ഇത് ആണ് ഇതിൻ്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റായിട്ടൊക്കെ നമ്മൾ പലയിടത്തും കേട്ടിട്ടുള്ള ചിപ്പുകൾ. ഈ മൈക്രോ പ്രൊസസ്സറുകളുടെ അകത്തുനിന്ന് സ്കെയിലായിട്ട് വന്നിട്ടുള്ള പല സാധനം, അതായത് പല ഇൻ്റഗ്രേറ്റഡ് ചിപ്പുകളുടെ ഒരു കോമ്പിനേഷനാണ് ഇതെന്ന് പറയുന്നത്. ലൈക്ക് എന്താ മാസ്റ്റർ സ്ലേവ് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ എന്ന് പറയുന്നത് പോലൊരു അപ്രോച്ചാണ്. അത് പലതരം ഇൻ്റഗ്രേറ്റഡ് ICകളുടെ ഒരു കോമ്പിനേഷൻ. ഇപ്പോഴത്തെ ICകൾ, ഇപ്പോഴത്തെ മൈക്രോ പ്രൊസസ്സറുകളൊക്കെ നോക്കുകയാണെങ്കിൽ അതിൽ ഗ്രാഫിക്സ് കൂടെ ഇൻ്റഗ്രേറ്റഡ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഗ്രാഫിക്സ് കാർഡുകൾ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇതിലൊക്കെ ഇപ്പോഴത്തെ ടെക്നോളജിയിൽ ഇപ്പോഴത്തെ മൈക്രോ പ്രൊസസ്സറുകൾ ഈ പറയുന്ന പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സപ്പോർട്ടീവായിട്ട് അല്ലെങ്കിൽ സെക്യൂരിറ്റിക്ക് വേണ്ടി സെപ്പറേറ്റ്, ഇതിനൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള ചെറിയ ഈ ICകളുണ്ടാകും. ഈ ICകളുടെ ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള മൈക്രോ പ്രൊസസ്സറുകൾ ഇപ്പോൾ നമുക്കുണ്ട്. പല കൺട്രോളിങ് ഡിവൈസുകളും ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള മൈക്രോ പ്രൊസസ്സറുകളൊക്കെ. അപ്പം ഇതാണ് അതിൻ്റെ ഒരു റവല്യൂഷൻ. ഇനി ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഡെപ്തായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ്. അടുത്തൊരു ജനറേഷനെ കുറിച്ച് നമ്മൾ പറയുന്നത് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സാണ്. ഒരു ഫിസിക്കൽ ചേഞ്ചിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, അല്ല ഒരു സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസിനെ അല്ല. ആൾക്കാർ പറയുന്ന അടുത്ത ജനറേഷൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് കൂടുതൽ നോക്കുകയാണ് വേറെ നമുക്ക് എവിടെ നോക്കിയാലും ഈ സാധനങ്ങൾ ചാറ്റ് ബോർഡ് തൊട്ട് ആൽഗരിതംസിൽ വരെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ചെയ്യും. എങ്കിലും അതൊരിക്കലും ഫിസിക്കൽ ചേഞ്ച് ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതൊരു ഫിസിക്കൽ ചേഞ്ചാണ്. ഈ ക്വാണ്ടം കമ്പ്യൂട്ടർ പിന്നെ ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഫ്യൂഷൻ, അത് അതിൻ്റെ കോമ്പിനേഷൻ ഓഫ് ഓൾ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഫിസിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ സയൻസിൽ വളരെയധികം ഒരു ചേഞ്ച് കൊണ്ടുവരുന്ന സാധനം. അൺലൈക്ക് ക്ലാസിക്കൽ ബിറ്റ്സ് ലൈക്ക് എന്താ പറയുക 0 or 1, ഇവിടെ ക്യൂബിറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്യൂബിറ്റ്സ് ക്യാൻ റെപ്രസെൻറ്റ് ബോത്ത് സ്റ്റേറ്റ് ഓഫ് എന്താ പറയുക ഈ ഇമാജിനറി സ്റ്റേറ്റ് അല്ലെങ്കിൽ ബാലൻസത്തിനെ കുറിച്ച് കൂടുതൽ നമുക്ക് പറയേണ്ടി വരും. അത് കൂടുതൽ ഡെപ്തായിട്ടുള്ള ടോപ്പിക്കാണ്, അതിലേക്ക് കിടക്കുന്നില്ല. അപ്പം ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ യൂണീക്ക് കൊണ്ടുവരുന്നൊരു ഒപ്റ്റിമിസ്റ്റിക് പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു റൗട്ടിംഗ് പ്ലാൻ അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അൺലൈക്ക് എന്താ പറയുക ക്ലാസിക്കൽ കമ്പ്യൂട്ടർ ഇറ്റ് സ്ട്രഗിൾസ് എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള കാൽക്കുലേഷൻ ഇത് ഭയങ്കര പാടാണ്. ബട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിങ്ങിനെ ത്രൈവ്സ് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്വാണ്ടം കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സിനെ വളരെ മുന്നേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് വളരെ പവർഫുള്ളാണ്. അതിപ്പോൾ വരുന്ന നിയർ ഫ്യൂച്ചർ, ഇപ്പോൾ പ്രസൻറ്റിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ഇനി നിയർ ഫ്യൂച്ചറിൽ നമ്മൾ ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചറിൽ ഈ പറയുന്ന പോലെ ജനറൽ പർപ്പസ് ക്വാണ്ടം അഡ്വാൻസ്ഡ് മെഷീൻസ് ഇപ്പം നിലവിലുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പം നിലവിലുള്ളത്. ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ അതിനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്.